ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു വെട്ട് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മളിന്ന് വെട്ട് കേക്ക് ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടാണ്. സാധാരണ എല്ലാവരും മൈദപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നത്, നമുക്കിന്ന് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കാം. നമുക്കിനി റെസിപ്പിയിലോട്ട് പോകാം. വെട്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര എടുക്കാം. ഞാൻ ഈ ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് 3/4 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിൽ 4 ഏലക്കയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി പൊടിച്ചെടുക്കണം. പഞ്ചസാരയും ഏലക്കയും കൂടി നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 മുട്ട കൂടി ചേർക്കണം. 2 മുട്ട നന്നായി പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ പതപ്പിച്ചെടുത്ത മുട്ടയിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയും മുട്ടയും കൂടി നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗോതമ്പ് മാവിലേക്ക് 3 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കണം. റവ ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി 1/2 സ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെട്ട് കേക്കിൻ്റെ കളറിന് വേണ്ടിയിട്ട് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, പകരം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കൈവച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് സമയം ഇതിങ്ങനെ കൈവച്ച് യോജിപ്പിച്ചെടുക്കണം. കൈവച്ച് നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ടയും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. മുട്ടയും പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇങ്ങനെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. പാലില്ലെങ്കിൽ വെള്ളം ചേർത്ത് കുഴച്ചെടുത്താലും കുഴപ്പമില്ല. നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കെല്ലാം കുഴക്കുന്ന മാവില്ല, അതുപോലെ നന്നായി കുഴച്ചെടുക്കണം. വെള്ളം കൂടാൻ പാടില്ല. അതുപോലെ കുറച്ച് പാല് ചേർത്തിട്ട് കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. പാല് ചേർത്ത് കുഴച്ചെടുത്തേ. ഇതുപോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ വെള്ളം കൂടിപ്പോയാൽ കുറച്ചുകൂടി ആട്ടപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് മൊത്തം കയ്യിൽ ഒട്ടിപ്പിടിക്കും. അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഇതിൽ എണ്ണ തേച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിത് കുറച്ച് ഓയിൽ ചേർത്തിട്ട് നന്നായി മയപ്പെടുത്തി എടുക്കണം. എന്നിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കുഴച്ചെടുക്കുന്ന പണി കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്. ഈ പാത്രത്തിൽ വെച്ചിട്ട് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് എണ്ണ തേച്ച് നന്നായി മയപ്പെടുത്തിയെടുക്കാം. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം 1 മണിക്കൂർ. അപ്പോൾ ഇത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നനഞ്ഞ തുണി വിരിച്ചു കൊടുത്താലും മതി. ഞാൻ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുന്നു. ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 2 മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല. റെസ്റ്റ് ചെയ്തത്ര നല്ല സോഫ്റ്റ് കേക്ക് ഉണ്ടാക്കാൻ പറ്റും. 1.5 മണിക്കൂർ കഴിഞ്ഞ് വെട്ട് കേക്കിൻ്റെ മാവ് നോക്കിയപ്പം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. ഇത് പാത്രത്തിൽ വെച്ചിട്ട് പരത്തിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇതിൽ വെച്ച് നന്നായി പരത്തിയെടുക്കാം. അവിടെ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് പരത്തിയെടുക്കണം. ഇതുപോലെ പരത്തിയെടുക്കണം. കുറച്ച് തിക്കായിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് കത്തി വെച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കത്തി വെച്ച് കട്ട് ചെയ്തതാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കത്തിയെടുത്ത് വരയിട്ട് കൊടുക്കാം. ഓരോ പീസിനും ഇതുപോലെ. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാനിപ്പോൾ 1 വര മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് തീ നല്ലോണം കുറച്ചിട്ട് വേണം എണ്ണയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. പുറമേ കരിഞ്ഞു പോകും, അകം വേവാതിരിക്കും. അതുകൊണ്ട് ചെറിയ തീയിൽ ഇട്ട് കൊടുക്കണം. പിന്നെ കുറേ ഇട്ട് കൊടുക്കാൻ പാടില്ല. ഇത് എണ്ണയിലിട്ട് കഴിയുമ്പോൾ ഇത് വലുതായിട്ട് വരും. അതുകൊണ്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണയിലിട്ട് കഴിയുമ്പോൾ തന്നെ അത് പൊങ്ങി വരുന്നുണ്ട്. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ തന്നെ വേവിച്ചെടുക്കണം. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ബ്രൗൺ കളറാവുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ വെട്ട് കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം.
ഇതുപോലെ നമുക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇത് എണ്ണയിലിട്ട് കഴിയുമ്പോൾ തന്നെ നന്നായി പൊങ്ങി വരുന്നുണ്ട്. ഇതിൻ്റെ കൂട്ട് കറക്റ്റായാൽ ഇതുപോലെ പൊങ്ങി വരും, അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കും. ഇതിപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തെടുക്കാം. വെട്ട് കേക്കെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിലെ വെട്ട് കേക്കാണ്, ഗോതമ്പ് പൊടി ഉണ്ടാക്കിയ വെട്ട് കേക്ക്. ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.